ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമായി ഞാൻ മെനക്കെട്ട് നടക്കണം. ഇന്നലെ ഞാൻ വീഡിയോ എടുത്തു, എന്നിട്ട് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് അതിനകത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ്, വോയിസ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ള വോയിസ് കേൾക്കുകയാണ്. അപ്പോൾ അത് കാരണം എഡിറ്റ് ചെയ്യാൻ നിന്നില്ല. വീണ്ടും ആ വീഡിയോ, അതേ ടോപ്പിക് ഞാൻ ഇന്ന് വീണ്ടും എടുക്കുകയാണ്. ഇന്ന് എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിന്ന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ കാറ്റ്, പിന്നെ കിളികൾ, വണ്ടികൾ, അങ്ങനത്തെ ആ ശബ്ദങ്ങൾ മാത്രമല്ലേ കേൾക്കുള്ളൂ, അല്ലാണ്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഇനി മുതലുള്ള വീഡിയോസ് നമുക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ഏരിയയിൽ നിന്നിട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. സത്യത്തിൽ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇന്നലെ അത് അൺബോക്സിങ് വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തതും. പക്ഷെ സംഭവങ്ങളൊക്കെ പുറത്തെടുത്തു. ഇനി അത് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളെന്തെങ്കിലും വീഡിയോ എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പ്രൊഡക്ട്സ് എടുക്കാം. കാരണം എൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ തീർന്നതുണ്ടായിരുന്നു. അപ്പം അതിന് പകരമായിട്ട് ഞാൻ വാങ്ങിച്ച പുതിയ പ്രൊഡക്ട്സ് ആണ്. മുൻപ് വാങ്ങിച്ചിരുന്ന സെയിം പ്രൊഡക്റ്റുകളല്ല ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ വേറെ പുതിയതാണ്. അപ്പം അതെന്തായാലും നിങ്ങളെ കാണിച്ചിട്ട് അത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനിപ്പോൾ എന്തായാലും നടപ്പില്ല. ഞാൻ അതൊക്കെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞു, അതിൻ്റെ പപ്പും മൂടിയൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പ്രൊഡക്റ്റ്. ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എപ്പോഴും എൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ട് ഉണ്ടാകുന്ന ഒരു ഐറ്റാണ്. വേറെ ഒന്നുമല്ല, നമ്മളുടെ വൈറ്റമിൻ സി. കാണുന്നുണ്ടോ? ഇത് ഡെർമാക്കോന്റെ സെറമാണ്. ഞാനിതിന് തൊട്ട് മുന്നേ യൂസ് ചെയ്തിരുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ആയിരുന്നു. അത് സാമാന്യം തരക്കേടില്ലാത്തൊരു സെറായിരുന്നു വൈറ്റമിൻ സി. പക്ഷെ ഞാൻ ഇത്രയും 10% ഇത്രയും ഉയർന്ന കോൺസെൻട്രേഷനിലുള്ള വൈറ്റമിൻ സി ആദ്യമായിട്ടാണ് ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ 10% വൈറ്റമിൻ സി വരുന്ന ഈ സെറം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10% വൈറ്റമിൻ സി, 5% നിയാസിനമേറ്റ്, പിന്നെ ഹൈലൂറോണിക് ആസിഡ് ഒക്കെയാണ്. ഇത് ഡേയും നൈറ്റും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറാണ്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകൾക്കും സ്യൂട്ടാകുന്ന ഒരു സെറാണെന്ന് ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 5% ഒക്കെ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിന് കുറച്ചും കൂടെ ഗ്ലോ തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തിളങ്ങും നമ്മളുടെ ഫേസ്. അങ്ങനെ ഒരു രീതിയിലാണ് ഈ സെറം, വൈറ്റമിൻ സിയുടെ സെറം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഇന്നലെ യൂസ് ചെയ്തു, പിന്നെ ഇന്ന് യൂസ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അതാണ്. ഇതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത്. ഇതിനു മുന്നേ ഡോക്ടർ ഷെറ്റ്സിന്റെ ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. ഇത് സത്യത്തില് കുപ്പിക്കാലിയാച്ച്. ഇതിലൊരു തുള്ളിയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇല്ല, തുള്ളി ഞാൻ എടുത്ത് കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റമിൻ സി സെറം. കാരണം നമുക്ക് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വളരെ ലൈറ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സെറം ഇതാണ്. കൂട്ടത്തിൽ കുറച്ച് സെറംസേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് വെച്ച് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ സി സെറം തന്നെയാണ്. ഡോട്ട് ആൻഡ് കീയുടെയും ഒട്ടും മോശമല്ല സെറം, മോശമായിട്ടല്ല ഞാൻ ഈ സെറം മാറ്റി ഇത് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെറം നമ്മൾ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കിട്ടാത്തൊരവസ്ഥ വന്നാൽ പിന്നെ നമ്മളെ സ്കിന്നിന് വേറെ എന്തെങ്കിലും, അതായത് പ്രൊഡക്റ്റ് മാറ്റി യൂസ് ചെയ്യും. ഒരു 4-5 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്തു, ഇത് കിട്ടാനില്ല. അപ്പോൾ കിട്ടാത്തൊരവസ്ഥ വന്നാൽ നമ്മൾ വേറെ ഒരെണ്ണം തപ്പിപ്പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വേറെ പ്രൊഡക്റ്റ്, വേറെ കമ്പനിയുടെ സംഭവങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഡോട്ട് ആൻഡ് കീ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്നതാണ് ഇത് ഡെർമാക്കോന്റെ വൈറ്റമിൻ സി സെറം. ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇത് തന്നെയാണ്. വീണ്ടും ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതിലോട്ടെത്തി. പക്ഷെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടെ കൂട്ടി. ഇതിൽ എത്രയാണെന്ന് എഴുതിയിട്ടില്ല, പക്ഷെ ഇതിൽ 10% എന്ന് എഴുതിയിട്ടുണ്ട്. 10%ൻ്റെയാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തിരുന്നത്. മുമ്പ് ഞാനൊരു 5% അങ്ങനെ എന്തോ ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. കാരണം തുടക്കമല്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ അത്രയും ഇതിലുള്ളതേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ എനിക്ക് എന്തേ ഈ ബുദ്ധി നേരത്തെ ഉദിച്ചില്ല എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ഇവിടെ നിൽക്കാൻ നല്ല സുഖമുണ്ട്, നല്ല കാറ്റുണ്ട്. അകത്താണെങ്കിൽ ചുട്ടിട്ടിരിക്കാൻ വയ്യ.
ടെറസിന്റെ മുകളിൽ നിന്നുള്ള ചൂട് ആവി മുഴുവൻ താഴത്തെ റൂമിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് കാരണം ഒരു ഒരു കിടക്കമരുങ്ങ് കിട്ടുന്നില്ല. അതായത് കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, ഓടാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടോണറാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിരുന്നത് എം കഫേന്റെ ടീ ട്രീയുടെ ഒരു ടോണറാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടോണറാണ്. പക്ഷെ എനിക്ക് അതിലൊരു ബാഡായിട്ടുള്ളൊരു സംഗതി തോന്നിയിട്ടുള്ളത്, അതിങ്ങനെ സ്പ്രേ ചെയ്യുന്ന രീതിയിലുള്ള ബോട്ടിലല്ല, നമ്മളിങ്ങനെ കുപ്പിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ചരിക്കണം. അപ്പം അങ്ങനെ ചരിക്കുമ്പോൾ കുറേ നമുക്ക് വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പം മറ്റേ സ്പ്രേ ബോട്ടിൽ പോലത്തെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഫേസിലൊക്കെ സ്പ്രേ ചെയ്താൽ മാത്രം മതി, ടോണർ താഴെ പോവുകയോ അങ്ങനെ വേസ്റ്റ് ആവുകയോ ചെയ്യില്ല. അപ്പം അങ്ങനത്തെ ഒരെണ്ണം തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള സംഗതിയിലേക്ക് എത്തിപ്പെട്ടത്. ഇതാണ് ആ സംഗതി. ഇത് ഡെംഡോക്കിന്റെ 2% സാലിസിലിക് ആസിഡ് വരുന്ന ഒരു ടോണറാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. എക്സ്ഫോളിയേറ്റിംഗ് ടോണിക്, ഓയിലി ടു ആക്നെ പ്രോൺ സ്കിൻ എഴുതിയിട്ടുണ്ട്. പ്രിവെന്റ് ബ്ലാക്ക് ഹെഡ്സ് എന്നും എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇത് ഞാൻ ഈ ഡെംഡോക്കിന്റെ കോജിക് ആസിഡ് നൈറ്റ് ക്രീം വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെ സെയിം ഒരു സ്മെല്ലാണ് ഈ ടോണറിന്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. നല്ല ടോണറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് 285 രൂപ ആണ്. കുറച്ച് നാൾ യൂസ് ചെയ്യാനുണ്ടാവും ഇത്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് ഇതാ ഇത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നൈക്കയിൽ പോയി നോക്കുക, അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്, ഡം ടച്ചിന്റെ ബൈ ബൈ പിഗ്മെന്റേഷൻ ഫേസ് വാഷ്. എൻ്റെ ഫേസ് വാഷ് തീർന്നിരിക്കുന്നു. ഞാൻ എല്ലാവർക്കും അറിയാം, സിമ്പിളിന്റെ ഫേസ് വാഷാണ് ഒരു 4 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നല്ല ഒരു ഫേസ് വാഷാണ്. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്യൂബ് 185 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പക്ഷെ നോക്കിയേ, ഇതൊരു സാധനം ഇത്രയേ ഉള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ അകത്തെ സംഗതി ഉണ്ടല്ലോ, സൂപ്പറാണ്. ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു തുള്ളി ഒരു ഇറ്റെടുത്താൽ മതി, നന്നായിട്ട് ക്ലീൻ ആവും നമ്മളെ ഫേസ്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതില് നിയാസിനമേഡ്, കോജിക് ആസിഡ്, ഗ്ലൂട്ടാത്തയോൺ, ഇതിനകത്ത് ഗ്ലൂട്ടാത്തയോൺ ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇപ്പൊ നോക്കുമ്പോഴാണ് ഈ കോജിക് ആസിഡ് വരെ ഞാൻ നോക്കണോട് ശ്രദ്ധിക്കുള്ളൂ. ഇപ്പോഴാണ് ഗ്ലൂട്ടാത്തയോൺ എന്നുള്ള ഇത് കാണുന്നത്. അതിലുണ്ട്, എനിക്ക് കാണുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇത് സംഗതി സൂപ്പറാണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കട്ടെ, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച യൂസ് ചെയ്ത് നോക്കട്ടെ. നോക്കിയിട്ട് ഞാൻ എന്തായാലും ഇതിന്റെ ഒരു റിവ്യൂ പറയുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിരുന്നത് VLCCയുടെ സൺസ്ക്രീൻ ആണ്. അത് നല്ലൊരു സൺസ്ക്രീൻ ആണ്. അത്യാവശ്യം സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്ന ഇത്തരം സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കിതൊന്ന് വാങ്ങി യൂസ് ചെയ്താലോ എന്നുണ്ടായിരുന്നു. പലരും ഇതിന്റെ റിവ്യൂ പറയാറുണ്ട്, പരസ്യങ്ങളും കാണാറുണ്ട്. ഇത് ലാക്മിയുടെ 925 സ്കിൻ പെർഫെക്റ്റ് കളക്ഷൻ സൺ എക്സ്പേർട്ട് പ്രൈമിംഗ് ഡ്രൈ ടച്ച് സൺസ്ക്രീൻ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ SPF 50 PA+++3+ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 649 രൂപ ആണ് ഇതിന്. ഇതില് ഇത്രയും റേറ്റിന് ഇത് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തതിന് ശേഷം ഞാൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം പറയാം. ഇത് നഷ്ടമാവോ, അല്ലെങ്കിൽ ഇതെനിക്ക് ഓക്കെ ആണോ, അതോ വെറും ഓക്കെ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് ഞാൻ ഷോർട്സിൽ പറയാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ അത്രയും ആഗ്രഹിച്ചു വാങ്ങിയൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതുവരെ ഞാൻ ചിലപ്പോൾ ഇത് ഡെംഡോക്കിന്റെയും അല്ലെങ്കിൽ ഡെർമാക്കോന്റെയും ഒക്കെ 1-2 പ്രൊഡക്ട്സ് ഞാൻ സാമ്പിളായിട്ട് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്, അതായത് ഒന്നില്ലെങ്കിൽ സൺസ്ക്രീൻ, അതല്ലെങ്കിൽ ഫേസ് വാഷ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അങ്ങനെ മാറ്റി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് കുറേ നാളത്തെ എൻ്റെ ആഗ്രഹം. പലരും റിവ്യൂ ചെയ്യണത് കണ്ടിട്ടുണ്ട്. പല വലിയ വ്ളോഗേഴ്സ് ഒക്കെ ഇല്ലേ, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവർ, അവരൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത്. മിനിമലിസ്റ്റിന്റെ ഓഡ് എക്സ്ട്രാക്ട് ജെന്റിൽ ക്ലെൻസർ ആണ് വിത്ത് ഹൈഡ്രോണിക് ആസിഡ്, വൈറ്റമിൻ B5 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നിനും ഓൾ സ്കിൻ ടൈപ്പുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലെൻസർ ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇതിന്റെ റേറ്റ് ആണ് ഞാൻ നോക്കുന്നത് 299 രൂപയാണ്.
അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ. 299 രൂപയ്ക്ക് ഇത് എപ്പടി ഇറുക്ക് എന്ന്. അപ്പം ഇത്രയാണ് ഇപ്പം ഞാൻ നൈക്കിൽ നിന്ന് വരുത്തിയിരിക്കുന്ന സംഗതികൾ. നമ്മൾ വരുത്തിയ ബോക്സ് ഇതിനകത്തു നിന്നാണ് സാധനങ്ങളെല്ലാം കിട്ടിയത്. അപ്പം ഇനിയുണ്ട് സംഗതികൾ. എന്താ ഞാൻ ഇങ്ങനെ പൊളിച്ച് താഴെ വെച്ചിരിക്കുന്നു വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട്. അപ്പം ഇനി നമ്മൾ പറയാനുള്ളത് ആകെ രണ്ട് സംഗതികളാണ്. അത് എനിക്ക് ഫ്രീ ബി കിട്ടിയതാണ് കേട്ടോ. ഇത് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ഒന്ന് മിനിമലിസ്റ്റിൻ്റെ തന്നെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ, ഒരു ഷോർട്ട് പാക്ക്. ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇതിൻ്റെ വലുത് വാങ്ങിക്കാൻ. ഇതൊരു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് ഉള്ളിൽ നിന്നൊരു ഗ്ലോ തരും. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ഹൈലൈറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ. യൂസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം. അതാ അങ്ങനത്തെ ഒരു അതെന്നെ മറിഞ്ഞടിച്ച് വീണേ. അപ്പോൾ ഇതാണ് ആ സംഗതി. അടുത്തത് ഡെർമാക്കോന്റെ തന്നെ ഹൈൽറോണിക് സൺസ്ക്രീൻ കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റ് ആണ്. എൻ്റെ കയ്യിൽ സെറ്റിംഗ് പൗഡറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ വേണം ഇത് യൂസ് ചെയ്ത് നോക്കാൻ. SPF 50 PA++ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ലൈറ്റ് വെയ്റ്റ് ആൻഡ് കാമിങ് ഫോർമുല, ഫ്രേഗ്രൻസ് ഫ്രീ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് റേറ്റൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ, ഇല്ല. 114 കേട്ടോ. അപ്പം ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ഷോർട്സ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇപ്പം ഞാൻ കാണിച്ചു തന്ന ഏതെങ്കിലും പ്രൊഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണം, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയണം, ഇന്നൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വേണ്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം, സംശയങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഉറപ്പായിട്ടും അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റിലായിട്ടോ ഒക്കെ പറയും. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ് നെഗറ്റീവായി തോന്നുന്നത്, എന്താണ് പോസിറ്റീവായിട്ട് തോന്നുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് കമൻ്റായിട്ട് പറയണേ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മൈക്ക് കണ്ട കിടന്ന് ഇങ്ങനെ വിറയ്ക്കണ ഒരാളാണ്. എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല കുറേ പേര് ഇപ്പോൾ ഒരു 4200 പേരോളം നമ്മളുടെ ചാനലിൽ വന്നിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പലരും വീഡിയോസ് ഒന്നും കാണില്ല. ഒരു 1000 പേരൊക്കെയാണ് ചിലപ്പോൾ വീഡിയോസ് കാണുക. എല്ലാവരും കണ്ടാലല്ലേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ട്, കുറച്ച് പേർക്കെങ്കിലും എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്തെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കമൻറ്റിൽ പറയണം. എന്നാലേ എനിക്ക് വീഡിയോസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ആദ്യം പറയേണ്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ വീഡിയോ ഇനിയും കാണാത്തവരാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. ടാറ്റാ.